deadliest road. There's no road actually. It's full with boulder and lots of water crossing. It's very dangerous, very dangerous. Okay. Hey guys, welcome back to another video guys. So we are now at Turturk and ആൾക്കാർ റോഡ് കാര്യങ്ങളൊന്നും വേണ്ട ഗൈസ്. കണ്ടില്ലേ, ഇതുപോലെയുള്ള സ്പോട്ടാണ്. നമ്മൾ ഈ റിസോർട്ടിലായിട്ടായിരുന്നു ഗസ്റ്റ് ഹൗസ്. ഇവിടേക്ക് വണ്ടിയൊന്നും പോവില്ല. വണ്ടി താഴെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ആ ഗ്രൗണ്ടിൽ വണ്ടി വയ്ക്കണം. ഈ വില്ലേജ് 1971 വാറിൽ ഇന്ത്യ പിടിച്ചെടുത്താട്ടാ, പാകിസ്ഥാനിൽ നിന്ന്. ആദ്യം ഇത് പാകിസ്ഥാനായിരുന്നു. ഐ തിങ്ക് ദിസ് ഇസ് ദ മ്യൂസിയം റൈറ്റ്? Maybe. On the front, there are some museums, heritage housing museum. Okay. Maybe this opens up in a few hours. Nice. Different experience ആണ് guys ഇവിടെ. ഇവിടെയാണ് ആൾക്കാർ സ്റ്റേ ചെയ്യുന്നത്. നമ്മളുടെ അവിടെ നാട്ടിലൊക്കെ ആണെങ്കിൽ റോഡ് വേണോ അത് വേണോ ഇത് വേണമെന്ന് പറയും. ഇവിടെ കണ്ടില്ലേ, ഈ ഇടുങ്ങിയ ഈ ഒരു വഴിയുള്ളൂ. ഇവിടെയാണ് എല്ലാവരും സ്റ്റേ ചെയ്യുന്നത്. ഇതൊക്കെ ഓരോരോ വീട്ടിലേക്ക് പോകുന്ന വഴിയാട്ടാ. നമ്മളെ വണ്ടി താഴെ പാർക്ക് ചെയ്തിരിക്കുന്നത്, വണ്ടി പോകില്ല അധികെ. വാ, ഇത് യബ്ഗോൻ്റെ ഇവരുടെ ഉള്ള ഒരു പാലസ് ആട്ടത് ഈ കാണുന്ന തുർത്തുർക്ക് വില്ലേജിലെ. So this is real ibex horn and skull. ये ibex का रियल हॉर्न और स्कल है. ibex एक पहाड़ी बकरा होता है जो इन पहाड़ी में पाया जाता है. उसका ये रियल हॉर्न और स्कल है. बोलते लोग इसको गुड विशेस या वेलकम के लगा जाती है. Okay, like good omen. हाँ, इसको ഓക്കെ. ഇത് ലഡാക്ക് റീജിയനാണ്. നമ്മൾ ലേന്ന് കർദുങ്കുല വഴി കൽസാർ ഇങ്ങനെയാണ് ഇപ്പോൾ തുർത്തുർക്കിലേക്ക് വന്നിരിക്കുന്നത്. ഇത് ഷയ്യോക്ക് റിവർ. ഇവിടെ ഇതാണ് ഷയ്യോക്ക് റിവർ. ഇത് ബാൽട്ടിസ്ഥാൻ. ഇവിടെയുള്ളവർ മാക്സിമം ബൾട്ടിയാണ് കേട്ടോ. ബൾട്ടി എന്ന് പറയുന്ന ഒരു ജനവിഭാഗമാണ്. അപ്പോൾ അവർ ഫുള്ളും ഇവിടെയുള്ള ആൾക്കാരാട്ടോ. ഏകദേശം ആക്ച്വലി ഇതാട്ടോ ഇതിന് മെയിൻ എൻട്രൻസ് പാലസിൻ്റെ. കണ്ടോ, നമ്മളിപ്പോൾ ഉള്ള പാലസുകൾ പോലെ വലിയ സ്പേസോ ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ആ വില്ലേജിൻ്റെ നടുക്ക് വേറെ വീടുകളുടെ ഇടയിൽ ഒരു അടിപൊളി വൈബ് സ്ഥലം. ഹേ ഗൈസ്, നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നവർ സ്പ്ലിറ്റായി ഗൈസ്. ബട്ട് എനിക്ക് കുറച്ച് ടൈം കൺസ്ട്രെയിൻ ഉള്ളതുകൊണ്ട് ഞാൻ തിരിച്ചു വിടുകയാണ് കേട്ടോ. എന്നാൽ നമ്മൾ മാക്സിമം ഡിസ്റ്റൻസ് നമുക്ക് കവർ ചെയ്യണം. പറ്റുവാണെങ്കിൽ ലേ പിടിക്കണം. ലേ അറൗണ്ട് എനിക്ക് തോന്നുന്നു ഒരു 200 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ലേ. പറ്റുവാണെങ്കിൽ ലേ പിടിക്കണം.
വാട്ട് എ റോഡ് യാർ. രാത്രി വരുന്ന സമയത്ത് ഒന്നും കണ്ടില്ല നമ്മള്. അതിപ്പോൾ തുർത്തുർക്കിന്ന് ലേ പിടിക്കാട്ടാ. 200 കിലോമീറ്റർ ഉണ്ട് ലേയിലേക്ക്. 200 കിലോമീറ്റർ സിംഗിൾ സ്ട്രെച്ചിൽ കവർ ചെയ്യാൻ പറ്റുമോ നോക്കാം. പ്രശ്നം എവിടെ വയ്ക്കാന്ന് വെച്ചാൽ കർദുങ്കലിലെ പ്രശ്നം വരും കേട്ടോ. കാരണം കർദുങ്കല ഈവനിങ് ടൈം കയറാൻ പറ്റില്ല, ഫ്രീസായി പോകും. കൈയൊക്കെ ഒരുമാതിരി ഇതാവും. നമ്മൾ ഉച്ച സമയത്ത് കയറിയിട്ട് നമ്മുടെ കൈയൊക്കെ ഫ്രീസായി. അപ്പോൾ ഈവനിങ് ടൈം കയറുന്നത് റിസ്ക് ആണ്. എന്തായാലും നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാവേ. ഗൈസ് ഇവിടെ പാറനെ വെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ റോഡ് ഉണ്ടാക്കിയിരിക്കട്ടാ. മോനെ റോഡ് നോക്കുക ഗൈസ്. രാത്രി വരുന്ന സമയത്ത് ഒന്നും കണ്ടില്ല കേട്ടോ ഈ ബ്യൂട്ടി ഒന്നും. ഏതോ നമ്മുടെ നാട്ടിലെ റോഡിൽ വരുന്നത് പോലെ ഉണ്ടായിരുന്നു. ഓ എൻ്റെ മോനെ. അടിപൊളി ഒരു ബ്രിഡ്ജ്. സൗണ്ട് കേൾക്കുമ്പോൾ പേടിയാവുകയാണ്. I just gone to Leh, and yesterday afternoon I started from Leh. So you missed the extreme off-roading from Pangong to Nubra Valley. Yeah, that this thing, right? Road, man. Uh-huh. Very adventurous. Uh-huh. The speed is like 10 kilometers per hour, and it's the deadliest stroke. There's no road actually. It's full with boulder and lots of water crossing. It's very dangerous, very dangerous. Okay. So you are going to Turturk? Yeah. Nice. It's a super village. You have to And the take. views are amazing. On the way, the views are really amazing. Yeah. So actually I am planning to go to Leh Recommend some good place to stay there. from Turturk. You stayed here? Yeah. Yesterday night we stayed at Turturk. You are alone? I have two more guys. Actually, they are going to Tang. They are going there, and they will come back. I think in 2 or 3 hours. I think I came. You're going back to Leh? Actually, I'm trying to cover to Leh today. Okay. So I don't know the condition on Kardungla, but if the condition is so worse, then I will share this kit. And tomorrow morning I will go to Kardungla via Leh. Okay, man. Okay, bro. Nice to meet you. Nice to meet you again. All the best. Stay in touch in Instagram. Yeah, sure. Yeah, bro. Okay, bye-bye. Oh, bye. ആള് വെസ്റ്റ് ബംഗാളിൽ നിന്ന് സോളോ റൈഡ് അടിച്ച നമ്മുടെ വേറെ വ്ളോഗിലൊക്കെ ഉണ്ടായിരുന്നു. ആള് നൂറയിലേക്ക് പാങ്കോങ്ങിൽ നിന്ന് ഷയോക്ക് റിവർ വഴിയാണ് വന്നിരിക്കുക. ഞാൻ ലേ പോയിട്ട് ലേ എന്നാണ് വന്നത്. സോ യാ ആളിനി തുർത്തുർക്കിൽ പോയി സ്റ്റേ ആണ്. യാ ലെറ്റ്സ് ഗോ. റോഡൊക്കെ കുറച്ച് മോശമാണ്. കണ്ടില്ല, മലയൊക്കെ വെട്ടിയിട്ടാണ് വഴി ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ മോനെ വാ. നമ്മൾ മാക്സിമം പുഷ് ചെയ്യാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്ട്രിക്റ്റിലെത്തുന്ന സമയം അനുസരിച്ചിട്ട് വേണം നമ്മൾ ലേ പോകണോ വേണ്ടിയോ തീരുമാനിക്കാൻ. അതുകൊണ്ട് തന്നെ ഫുൾ പുഷ് ചെയ്ത് പോവുക ഡിസ്ട്രിക്റ്റ് വരെ.
ഡിസ്കിറ്റ് എനിക്ക് തോന്നുന്നു ഇനി ഇവിടുന്ന് ഒരു 60 കിലോമീറ്റർ ഉണ്ടാകും തോന്നുന്നത്. ലേയിലേക്ക് 157 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് നോക്കാം എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുന്നുള്ളത്. റോഡ് ബെസ്റ്റ് ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ഇഷ്യൂസ് കാര്യങ്ങളില്ല, നമുക്ക് പുഷ് ചെയ്ത് പിടിക്കാം. ചെറിയൊരു പണി കിട്ടി. എന്താണെന്ന് വെച്ചാൽ അവിടെ ഡിസ്കിത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഡിസ്കിത്തിൽ അവിടെ ഒരു റോഡ് പണി കാരണം റോഡ് ബ്ലോക്ക്. അതുകൊണ്ട് നമ്മൾ വേറെ ഒരു റോഡ് കൂടെ ചുറ്റി പോകണം. എനിക്ക് വഴിയൊന്നും അറിയില്ല, ഇവിടെ റോഡൊന്നും ഇല്ല, ഫുൾ ഓഫ് റോഡാണ്. അപ്പോൾ നമുക്ക് കൽസാറ് പിടിക്കാനാണ് ഇപ്പോൾ പ്ലാൻ കേട്ടോ. കൽസാറ് ഇവിടുന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇനി അവിടെ നിന്ന് ഒരു 100 കിലോമീറ്റർ കേട്ടോ. റോഡ് കുറച്ച് ബാഡാട്ടോ, കുറച്ചല്ല നല്ല രീതിക്ക് ബാഡാണ്. ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ഡിസ്കിറ്റിൻ്റെയും കൾച്ചറിൻ്റെയും നടുക്കാട്ടാ. ഇവിടെയാണ് ATV റൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ടോ താഴെ. നമ്മളിതിൽ ചെയ്യുന്നില്ല, നമുക്ക് അതിനുള്ള സമയമില്ല. കാരണം നമുക്ക് ലേ പിടിക്കാൻ തീരുമാനിച്ചേട്ടാ. ഞാൻ ഇവിടെ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ ഉണ്ട്, 100 കിലോമീറ്ററിന് മേലെയുണ്ട് ലേയിലേക്ക്. ഓക്കെ, അതും പോരാ. ഞാൻ ഇപ്പോൾ സമയം 3:45. നമുക്ക് ക്ലൈമറ്റ് സീനാവുന്നതിൻ്റെ മുമ്പ് കറുതുങ്കുല കടക്കണം. സോ അത് കുറച്ചുകൂടെ ഭയങ്കര സീനാവും. അപ്പോൾ നമ്മൾ 12:30 തുർത്തുർക്കിൽ നിന്ന് ഇറങ്ങിയതാട്ടാ. ഇപ്പോൾ സമയം 3:45. എത്ര മണിക്ക് ലേ എത്തുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഫൈനലി ലേ പിടിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, കുറച്ചൊന്ന് പുഷ് ചെയ്ത് പോകണം. ഫുൾ ഓഫ് റോഡാണ് ഗൈസ്. ഓഫ് റോഡ് ആയതുകൊണ്ട് വയറൊക്കെ ഒരുമായി ആവോ. നമുക്കൊരു ഇതാത്ത് വരെ ഓഫ് റോഡ് കേട്ടോ. ആ മലയില്ലേ, ആ മലയുടെ അപ്പുറം എത്തുന്നത് വരെ ഓഫ് റോഡാണ്. വൻ സീന, ഫുള്ള് പണി നടന്നുകൊണ്ടിരിക്കുക അവിടെ. ഇത് കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ സ്റ്റാമിന ഫുള്ള് പോകും. Guys, I lost my patience, so I decided to go like this. Oh, feels so good. കുറേ നേരമല്ലേ ഇരിക്കാൻ തുടങ്ങിയിട്ട്, അപ്പോൾ നല്ല രീതിക്ക് ആശ്വാസമുണ്ട് guys. ഇപ്പോൾ തന്നെ നമ്മൾ ഹിൽസ് കയറാൻ സ്റ്റാർട്ടാവുകയാണ് ഗൈസ്. ഇപ്പോൾ തന്നെ ഇനിയൊരു 15 കിലോമീറ്റർ കറുത്തുമ്പുല ടോപ്പിലേക്ക്. ഇപ്പോൾ തന്നെ നമുക്ക് നല്ല രീതിക്ക് കൈയൊക്കെ ചില്ലാവുന്നുണ്ട്. അപ്പോൾ വേറെ എന്താ അവസ്ഥ എന്നറിയില്ല. ലെറ്റ്സ് സീ, നമുക്ക് 2 കിലോമീറ്റർ വിടാം. നമുക്കിവിടെ സ്ട്രെയിറ്റ് നോക്കുമ്പോൾ മേലെ ഒരു മലയുടെ മേലെ ഒരു ടവർ കാണുന്നുണ്ട്. അതാണ് കറുത്തമ്പുല. ഒരു 10 കിലോമീറ്റർ ഉണ്ടാവും വരുന്നത്. കൈയൊക്കെ സീനാണ് ഗൈസ്. കൈ അയ്യോ, നിങ്ങൾ ഉച്ച സമയത്തൊന്നും ഒരിക്കലും, വൈകുന്നേര സമയത്തൊന്നും ഒരിക്കലും വരില്ല കേട്ടാ. എന്നാൽ ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇനി അവിടെ എത്തിയിട്ടില്ല. അവിടെ എത്തുന്നതിന് മുമ്പേ കൈയൊക്കെ ഫ്രീസായി. അപ്പോൾ അവിടെ എത്തിയുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ഓ സീന. നമുക്ക് എന്തായാലും ലോ പിടിച്ചേ പറ്റുള്ളൂ, അതുകൊണ്ട് നമ്മൾ പോവാട്ടാ. വണ്ടി വലിക്കുന്നില്ല, ഓപ്ഷൻ കുറവായിരുന്നു. അപ്പോൾ ചെറിയ ഗിയറിൽ നന്നായി വലിപ്പിച്ച്